മുമ്പ് തുറന്നു വെച്ചിരിക്കുന്ന ഈ ബുക്കുമായി ഈ വീഡിയോയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഡിസ്ക്ലെയിമറായി നേരത്തെ തന്നെ പറയുകയാണ്, ദിസ് ഈസ് എ ഹെയർ കട്ട് വീഡിയോ. ഈ പ്രാവശ്യം എൻ്റെ അല്ലാട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്. എൻ്റെ നിങ്ങൾ കണ്ടല്ലേ, ഇനി അവളുടെ കാണാം. എനിക്ക് സത്യമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ലാട്ടോ. ഞാൻ അവിടെ നോട്ട് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതാണ്. അതുകൊണ്ട് ആരും എന്നോട് ചോദിക്കരുത് എന്തിനാണ് അവളുടെ മുടി ഇങ്ങനെ വെട്ടി നശിപ്പിച്ചതെന്ന്. അവൾ എന്നോട് പറഞ്ഞത് അവളുടെ മുടി ഷോർട്ടാക്കി കൊടുക്കണതാണ്. നിങ്ങൾ ആദ്യം അവളുടെ മുടി ഒന്ന് നോക്കി, ഇത്രയേ ഉള്ളൂ. ഇത് ഇനി എങ്ങനെ ഷോർട്ടാക്കാനാ? ഈ ആഴ്ചയിൽ ഇത് 3ാമത്തെ വട്ടാണ് അവളുടെ മുടി ഞാൻ വെട്ടുന്നത്. അവൾക്ക് ഇനി അവളുടെ മുടി ഷോർട്ടാക്കണം എന്നാ പറയുന്നത്. പിന്നെ എന്നാൽ കഴിയാവുന്ന വിധം ഞാനത് ഷോർട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുടിയൊക്കെ വെട്ടാനേ നമുക്ക് പ്രത്യേകിച്ച് സ്കില്ലിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു കത്രികയും പിന്നെ ഒരു ചീപ്പും മാത്രം മതി. പിന്നെ നല്ല മുടിയോ അല്ലെങ്കിൽ നല്ലൊരു തലയോ. പിന്നെ പ്രത്യേക ശ്രദ്ധിക്കണം, കത്രിക മൂർച്ച വേണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കും. ഇതുപോലെ കയറി ഇറങ്ങിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ചീപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ശരിയാക്കിയാൽ മതി. ഞാൻ ശരിയാക്കി കൊടുക്കും. അതൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവളുടെ എൻ്റെ മുഖം ശ്രദ്ധിച്ചറിയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇനിയും ബെറ്റർ എന്നായിരുന്നു ആഗ്രഹം. അവളുടെ മുഖം ശ്രദ്ധിച്ചറിയാം നിങ്ങൾക്ക്. കുറച്ച് കഴിഞ്ഞ് അവൾ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിയില്ല. എനിക്ക് കുറച്ചും കൂടെ ഒക്കെ വെട്ടിക്കൊടുക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനാ പിന്നെ അവളെ പിടിച്ചു നിർത്തിയത്. ഇങ്ങനെ ആരെങ്കിലും അനുകരിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നഴ്സിംഗ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഒരുപാട് കയറ്റി വെട്ടാൻ നിൽക്കരുത്. അല്ലെങ്കിൽ ബൺ കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പൊ ഈ തലയിൽ എങ്ങനെ ബൺ കെട്ടുക എന്നല്ലേ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന എങ്ങനെയാ കെട്ടേണ്ടതെന്ന്. അങ്ങനെ കുറേ സമയത്തെ പണിക്ക് ശേഷം മുടി സെറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ലെവലിൽ കിടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ചീവിയും ചരിച്ചും മറിച്ചൊക്കെ ചീവി നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇപ്പം അത് കിടക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടാം. മുടി വെട്ടിയാൽ മാത്രം പോരല്ലോ, ഈ ക്ലീനിങ് നമ്മുടെ തന്നെ ഡ്യൂട്ടി ആണല്ലോ, അതും കൂടെ ചെയ്യണം. കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ മുഖം ശരിക്കും വീഡിയോയിൽ വന്നതേ ഇല്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്ലിപ്പ് ആഡ് ആക്കിയതാട്ടോ. നിങ്ങളൊന്നും വിചാരിക്കരുത്.